ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫ്രൈഡേ മീഡിയ റിവ്യൂസിൻ്റെ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അറിയാമല്ലോ, ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണിമന്തിൻ്റെ പുതിയ ചിത്രമായ മാർക്കോ സിനിമയുടെ ഒരു ഇതിനെപ്പറ്റി റിവ്യൂസിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ഹനീഫ് അഡനി സംവിധാനം ചെയ്തത് നമ്മുടെ രവി ബർസൂർ തെലുങ്ക് മ്യൂസിക് ഡയറക്ടർ വന്ന് അടിപൊളി ഒരു മസാല എന്ന് പറയാനില്ലെങ്കിലും മാസ് പടം എന്ന് പറഞ്ഞാൽ 100% മാസ് വരെ നീതി പുലർത്തുന്ന ഒരു പടം തന്നെയാണ്. അതായത് വയലൻസിനോട് എത്രത്തോളം അവർ പറഞ്ഞത് ശരിയാണോ അത്രത്തോളം അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുടുംബപരമായിട്ട് പോവുകയാണെങ്കിൽ കുടുംബത്തോട് കൂടി പോയി എല്ലാ രീതിയിലും കാണാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഒരു ക്ലീൻ ഇതോടുകൂടി നിങ്ങൾ മനസ്സോടു കൂടി പോയി കാണാൻ പറ്റിയൊരു പടവേ ഉള്ളൂ. കുടുംബത്തോട് പോകുമ്പം അതിൻ്റേതായ ഓരോ കുറവുകളും ഉണ്ട്. നിങ്ങളുടേതായ രീതി വെച്ച് മാത്രം പോയി സിനിമ കാണുക. സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കരുതി മാത്രം പോകരുത്. നമ്മൾ സിനിമ കണ്ട് വന്ന് നമ്മുടെ അഭിപ്രായം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് സിനിമ പോയി കണ്ട ഉടനെ ഉച്ചയാകുമ്പം പടം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് കാണുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ഇടമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടേതായ അഭിപ്രായം മാത്രം പറയാം. നിങ്ങൾ സിനിമയെ ഒരു കുറ്റപ്പെടുത്തിയോ അല്ലാത്ത രീതിയിലോ നിങ്ങൾ പറയാതെ സിനിമയുടെ ശരിയായ അഭിപ്രായം പറയാം. ഞങ്ങൾ അത് തന്നെയാണ് ശ്രമിക്കുന്നത് പറയാനും. ഞങ്ങൾ ഇന്ന് രാവിലെ പോയി കണ്ടു. അപ്പം ഞങ്ങൾ കണ്ടപ്പം ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാർക്കോ ഓരോ സീനുകളാണെങ്കിലും എടുത്തു പറയാനുള്ളതുണ്ട്. പടത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആ സിനിമയിൽ തന്നെ ഉണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ലാതെ നിങ്ങൾ OTT വേണ്ടി നോക്കിയിരിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു നഷ്ടം തന്നെയാണ്. മറ്റൊന്നുകൊണ്ടല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രം. അതെ, തിയേറ്ററിൽ നിങ്ങൾ കാണുന്നത് അതല്ല ഫോണിൽ കാണുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾ ഫോണിൽ കണ്ടാലും ഇതെങ്ങനെ കാണും, ഒരേ രീതി കാണുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നവരായതുകൊണ്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ ആയതുകൊണ്ടും ഞങ്ങൾ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. നിങ്ങളിത് തിയേറ്ററിൽ മസ്റ്റായിട്ട് പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഓരോ BGMഉം അതിന്, അതായത് ഉണ്ണിമൂന്തനെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കണ്ടിട്ടുണ്ടോ ആ ഒരു രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ഡയറക്ടേഴ്സ് ഉപയോഗിക്കാൻ മലയാള സിനിമയിൽ എന്നൊന്നും പൊക്കി അടിക്കുന്നൊന്നുമല്ല. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വയലൻസ് പുതിയതായിട്ട് കൊണ്ടുവന്നത് അതൊരു വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വയലൻസ്. നിങ്ങൾ ആ വയലൻസ് അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട. ആ പടം പോലെയാണ് ഈ പടം പോലെയാണ് ആ പടം എന്നൊന്നും പറഞ്ഞൊന്നും കാണാൻ വരികയാണെങ്കിൽ മാർക്കോ ആയിട്ട് തന്നെ അത് കാണാൻ ശ്രമിക്കുക. അതായത് ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലിംഗ് സിനിമയാണ്. ഫാമിലിയായി ഉൾപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ത്രില്ലിംഗ് ആണ്, അതുപോലെ തന്നെ വയലൻസ് ആണ്. അതെ, അമ്മാതിരി പടമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഫാമിലിക്ക് വേണ്ടിയുള്ള രീതികളും ഉണ്ട്, എന്നാൽ വയലൻസ് പടവുമാണ് തന്നെ എന്ന് കരുതി 100% ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് അല്ല. 100% വയലൻസ് ആണ് കൂടുതൽ. മാക്സിമം കുട്ടികൾ 100% 20% ഉള്ളൂ ഫാമിലി, ബാക്കി 80% വയലൻസ് മാത്രമേ ഉള്ളൂ. ബ്രൂട്ടലായിട്ടുള്ള സീനുകൾ മാത്രമേ ഉള്ളൂ. ആരെയും ഇപ്പം കാണാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സെങ്ങനെ ആവുമെന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അമ്മാതിരി രീതിയിലുള്ള അമ്മാതിരി സീനുകളെല്ലാം പടത്തിലുണ്ട്. പടത്തിലെ ഓരോ ആക്ടേഴ്സും പറഞ്ഞ രീതിയിലും സംവിധാനത്തിൻ്റെ പുള്ളിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മേക്കിംഗ് ഒരു അന്യം തന്നെ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് സിനിമയുടെ മ്യൂസിക് നമ്മൾ KGF പോലെ ഇത് ആണെന്ന് കരുതി KGFന്റെ മ്യൂസിക് ഡയറക്ടർ ഇത് വന്ന് ചെയ്യുന്ന പറഞ്ഞ് ആ ഒരു രീതി നമ്മൾ ചിന്തിക്കേണ്ട. ഉണ്ണുമുന്തരെ നമ്മൾ ഏതൊക്കെ രീതി കണ്ടിട്ടില്ലയോ ആ രീതി ആ മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ട് പറ്റുന്ന രീതി പുള്ളി അതെല്ലാം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെ അത്യാവശ്യം അതുപോലെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് ഉണ്ണിമൂന്നിനെ കൊണ്ട്. ഓരോ അടി ഉണ്ണിമൂന്നിന് ഇന്നേ വരെ തല്ലിയിട്ടില്ലാത്ത അമ്മാതിരി തല്ലുകളുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. അടി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അവർക്ക് 100% ഈ പടം നമ്മൾ വെക്കുന്നു. മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെക്കുന്നു. ബാക്കി ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ മലയാള സിനിമ വെക്കുന്നില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് മലയാളത്തിൽ ഉയർന്നു വന്ന ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാറായി മാറുക ഈ സിനിമയുടെ ഉണ്ണിമൂന്നൻ. പുള്ളി കുടുംബചിത്രം മാറ്റി പുള്ളിയെ അങ്ങനെ ചിന്തിക്കേ വരില്ല. വാളയപ്പുറം കണ്ട് ആ കണ്ണോട് പോയിട്ട് ഒരിക്കലും നിങ്ങൾ മാർക്കോ കാണാൻ വരാതിരിക്കുക. പുള്ളി എന്താണെന്നുള്ളത് പുള്ളി ഈ സിനിമ വെച്ച് കാണിച്ചിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംഭവവും പുള്ളി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി പോലും പക്കാ സാധനം എന്ന് പറഞ്ഞാൽ പക്കാ സാധനം. പുള്ളി ഇന്നവരെ നന്നായിട്ട് കഷ്ടപ്പെട്ടു. നമ്മൾ മാളയപ്പുറത്തെ കണ്ടു വെച്ചിരുന്ന സൈസ് കണ്ട ഉണ്ണിയല്ല ഇതിനകത്ത് നമ്മൾ കാണുന്നത്. 2.5 മണിക്കൂർ പടം പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇനി സിനിമയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നല്ലൊരു ഫാമിലി ടച്ചിങ് കൂടിയിട്ട് തുടങ്ങുന്ന ഒരു തുടക്കമാണ്. അതെ, സിനിമയിൽ നമ്മൾ പോകെ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ
ഫൈറ്റ് വെച്ചിട്ടുണ്ട്. മാസ് BGM ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഫൈറ്റും ഒന്നിനൊന്ന് വെറൈറ്റി ആയിട്ട് പിടിച്ചിരിക്കുക. വെറുപ്പിക്കാൻ പറ്റിയ ഒരു സീനുകളും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇതിലില്ല. നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വയലൻസ് ആണ്. അത് മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യമുണ്ട്, അത്യാവശ്യമാണ്, ആവശ്യത്തിനുള്ളതേ ഉള്ളൂ, ആവശ്യമാണെന്ന് തന്നെ. അതാണ് സിനിമ. അതിനേക്കാൾ വെളിയിൽ പോയിട്ട് നിങ്ങൾ ആ സിനിമ പോയി കണ്ടിട്ട് അയ്യോ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറയാനുള്ളതൊന്നും അങ്ങനെയൊന്നുമില്ല. പടം ഇന്ന പോലെയാണ്. അതിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ, അതിൻ്റെ സിനിമയിലെ ഓരോ ആക്ടേഴ്സും പറഞ്ഞ പോലെ തന്നെ പടം വയലൻസ് ആണ്. ഇതുവരെ കാണാത്ത രീതി മലയാള സിനിമയിൽ ഇന്ന വരെ ആരും അങ്ങനെ ഒരു വയലൻസ് കണ്ടിട്ടുമില്ല, ഇനി കാണത്തുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിലും വലുത് കണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. കാരണം ഈ വയലൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഈ വയലൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് ചിലപ്പോൾ കണ്ണു പൊത്തി പോകും. ചിലപ്പോൾ തിയേറ്ററിൽ കഴിഞ്ഞുള്ള അവസാനത്തെ ഒരു 1/4 മണിക്കൂർ ഒരു രക്ഷയില്ല. എഴുന്നേറ്റിരുന്ന് നമ്മൾ പേടിച്ചു. മാസം എന്ന് പറഞ്ഞാൽ അമ്മാതിരി മാസമാണ്. വയലൻസിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് കണ്ണു പൊത്തിപ്പോവും. തള്ളി മറിക്കാനൊന്നുമില്ല പടത്തിനെ പറ്റി. തള്ളി മറിക്കാൻ പറ്റിയ ഒന്നുമില്ല. തള്ളല്ല, നിങ്ങൾ കാണുമ്പോൾ അറിയാം. പറയാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ സിനിമയ്ക്ക്. അനാവശ്യമായിട്ട് ഒരു സംഭവങ്ങളും എടുത്തു പറയാനില്ല. ആകെ പറയാനുള്ളത് കഥ വലിയ സെറ്റപ്പ് ഒന്നും കഥയായിട്ട് നിങ്ങൾ ചോദിച്ചാൽ അതൊന്നുമില്ല. പല സിനിമകളും നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. പല സിനിമകളും നമ്മൾ കഥപരമായിട്ട് നോക്കണ്ട, അതിന്റെ മേക്കിങ്, അതിനകത്ത് വന്നിരിക്കുന്ന വയലൻസ്, അത് നിങ്ങളെ മറ്റൊരു സെറ്റപ്പ് നിങ്ങളെ മറ്റൊരു ലോകത്ത് കൊണ്ടെത്തിക്കാൻ പറ്റും. അതായത് വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. പോലും അടയ്ക്കരുത്. ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അതായത് മാസ് സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ, അതായത് KGF അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കൂടുതൽ ലിയോ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ലിയോ പോലെയൊക്കെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ലിയോയുടെ ആ ഒരു ലെവൽ, അങ്ങനത്തെ ലെവലിലാണ് പടം പോയിരിക്കുന്നത്. അതായത് കൂടുതൽ സ്റ്റണ്ടിനെയാണ് മെയിൻ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റണ്ടിന്റെ കൂടെയാണ് നമ്മൾ കുടുംബപരമായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടമാണ്. അതായത് ചെന്നായ കൂട്ടങ്ങൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും അയാളുടെ കുടുംബത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ എന്തായിരിക്കും അയാളുടെ പ്രതികരണം? അതാണ് ഈ സിനിമ. പക്ഷെ പടം കൊള്ളാം കേട്ടോ. മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ പോയി കാണുവാണ്, തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾ മൊബൈലിൽ വന്ന് കാണാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാരണം അത് എന്തോരം മൊബൈലിൽ കണ്ടെന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിൽ ഇരുന്ന് കിട്ടുന്ന ഇന്റർവെല് കഴിഞ്ഞ് വയലൻസ് അന്യായമാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് കൈയടിക്കാൻ പറ്റുന്ന സീനുകൾ വരെയുണ്ട്. കൈയടിക്കാൻ തോന്നിപ്പോവും. അമ്മാതിരി സീനുകൾ. മലയാളത്തിൽ സൂപ്പർ സ്റ്റാറിനെ നന്നായിട്ട് ഈ സിനിമയുടെ ഡയറക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ചില സീനുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണി പൊത്തി പോകും. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട്, കുട്ടികളെ ഈ സിനിമ കാണിക്കരുത്. 18 വയസ്സിന് താഴെ ഉള്ളവരെ കാണിക്കാതിരിക്കുന്നതല്ല. ഒരു 10, 20 വയസ്സ് 25 വയസ്സുള്ളവർ കണ്ടാൽ പോലും ചില സ്ഥലത്ത് നമ്മൾ കണ്ണു പൊത്തി പോവും. 50 വയസ്സുള്ളവർ കണ്ടാൽ പോലും എല്ലാവർക്കും ഒരു മൈൻഡേ വരുള്ളൂ. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വയലൻസാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള സീനുകൾ കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല, ഇങ്ങനെ കാണിക്കും എന്ന് വിചാരിക്കുന്നില്ല, ഇങ്ങനെ തുറന്ന് കാണിക്കുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ എടുത്തു പറയാൻ മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, പുള്ളിയെ നമ്മൾ ഒരിക്കലും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ ഇൻഹരിനാറിലെ ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സിലിരിക്കുന്ന, അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ മായൻകുട്ടി അങ്ങനെ കോമഡി ക്യാരക്ടർ ചെയ്തിരുന്ന പുള്ളി ഈ സിനിമയെ നിങ്ങൾ ഞെട്ടും. പുള്ളി സീരിയസ് ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ ക്യാരക്ടറും, ബാക്കിയുള്ള വില്ലന്മാരായാലും ശരി, സിദ്ദിഖായാലും ശരി, എല്ലാവരെയും അവരുടെ മാക്സിമം ഡയറക്ടർ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ മേക്കേഴ്സും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സെറ്റിങ്സും, എല്ലാ എഡിറ്റിംഗ് പരമാണെങ്കിൽ പോലും ഉണ്ടല്ലോ, എല്ലാം പക്ക ലെവലായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് പോലും ഒന്നും കുറയ്ക്കാനില്ല. ആവശ്യമുള്ള സിനിമ താന്നു പോകുന്നില്ല ലെവല്. എപ്പോഴും ഓരോ സീൻ പോകുന്നതനുസരിച്ച് ആ സിനിമയുടെ ഹൈ ലെവൽ കയറി വരുവാണ്. അതാണ് സിനിമയുടെ മറ്റൊരു പ്ലസ്. പടത്തിനെ ഇങ്ങനെ വലിച്ചടച്ച് കൊണ്ട് നിലത്തിടാൻ ഇല്ല, അങ്ങനെ സീനുകളെ ഇല്ല. ഒരു സീൻ കാണുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്ത് അടി ഉണ്ടാവും എന്ന് അത് വരുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ്. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ 10 അടി ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ച് 50 അടമായിരിക്കും അങ്ങോട്ട്. ഇങ്ങോട്ട് ഒരു കൂത്താണെങ്കിൽ തിരിച്ച് അവൻ്റെ അമ്മാതിരി സാധനം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇത് പോവും. കഥയിലോട്ടൊന്നും ഞങ്ങൾ ഒരുപാട് പോകുന്നില്ല. നിങ്ങൾ സിനിമ മാർക്കൊക്കെ കാണുമ്പം ഇത്രയേ ഉള്ളൂ. ഒരു നല്ലൊരു വയലൻസ് സിനിമ കാണണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ പോവുക. മറ്റൊരു കണ്ണിലും കാണാതെ കുടുംബചിത്രമാണോ അങ്ങനാണോ ഇങ്ങനാണോ നോക്കി ഒന്നും പോകാൻ നിങ്ങളൊരു ഇതിനു മുമ്പ് കണ്ട സിനിമകളും ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
അപ്പോൾ നല്ലൊരു വയലൻസ്, നല്ലൊരു ആക്ഷൻ മൂവി കാണുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ തിയേറ്ററിൽ പോവുക, കാണുക. ആ ഒരു കണ്ണോട് കൂടിയിട്ട് നിങ്ങൾ സിനിമ കാണുക. നിങ്ങൾ ഇന്ത്യക്കകത്ത് ഇത്രയും ബ്രൂട്ടലായിട്ട് സീനുകൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ഇന്നവരെ ഇത്രയും ഉള്ള സീനുകളൊന്നും ആരും കണ്ടിട്ടില്ലായിരിക്കും, അറിയത്തുമില്ല, ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ചിട്ട് തന്നെ, അതും തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾ വേറെ ഒരു കണ്ണിലും പോയി കാണരുത്. ക്ലീൻ മൈൻഡോട് കൂടി, അതായത് കഥ എങ്ങനെ ആയിരിക്കും, അല്ല സീനുകൾ എങ്ങനെ ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ക്ലീൻ മൈൻഡോട് പോയി കണ്ടിട്ട് ഒരു പുതിയൊരു സംഭവം നമ്മളെ എങ്ങനെ കാണിച്ചിരിക്കുന്നു, അത് മേക്കിംഗ് കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുക. മേക്കിംഗ് കൊണ്ട് നമ്മൾ ഒരു ക്വാളിറ്റി കൊണ്ട് പോലും നമ്മളെ പക്കയായിട്ട് സെറ്റപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു സാധനങ്ങൾക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ എല്ലാം പക്കയായിട്ട് ഉണ്ട്. എല്ലാത്തിനും എല്ലാ പ്രോഡക്റ്റും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ആവശ്യത്തിനുള്ള സാധനങ്ങളും ആവശ്യത്തിനുള്ള രീതികളും ആവശ്യത്തിനുള്ള പരിപാടികളും ആവശ്യത്തിനുള്ള സ്റ്റണ്ടും ആവശ്യത്തിനുള്ള ഇമോഷനും. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയാമല്ലോ മിക്കാൽ സിനിമയിലെ മാർക്കോ എന്ന വില്ലൻ ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫാണ് ഈ സിനിമയിലെ മാർക്കോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമല്ല, അത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. കാരണം മാർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മെന്റലിയും ഫിസിക്കലിയും എല്ലാം അതുപോലെ ശക്തനായ. പറയാൻ പറ്റുമല്ലോ, ഇനിയിപ്പോ ഇവര് കാണുന്ന രീതി വെച്ച് നോക്കുവാണെങ്കിൽ പടം അവര് പറഞ്ഞ പോലെ സിനിമ തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇന്ന അയാൾ വരും, അല്ലെങ്കിൽ ഇന്ന പോലെ സംഭവം നടക്കും. അങ്ങനെ ഒന്നും വരത്തില്ല. നമ്മൾ ഒരു 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നമ്മൾ സിനിമ തീർന്ന് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, അതൊരിക്കലും കിട്ടത്തില്ല. അത് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ല എന്തിനാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം അതൊന്നും നമുക്കൊന്ന് എന്താ പറയുക, അത് നമ്മൾ അത്ര നേരം ആ 2.5 മണിക്കൂർ കണ്ടത് ഒന്നും അല്ലാണ്ടാക്കി പോകുന്ന പോലത്തെ ഒരു സാധനമാണ് അവസാനം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അത് ഒരുപാട് യൂണിവേഴ്സൽ സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും പുള്ളി ബാക്കി സിനിമ വരും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് നമുക്ക് ഒരു എൻഡിങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ നിരാശനായിട്ടായിരിക്കും ചിലപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. പക്ഷെ എന്ന് കരുതി അത് അതുവരെ ഉള്ളത് മനസ്സിലാക്കരുത്. അതുവരെ ഉള്ളത് ഒരു സിനിമയാണ്. അവസാനത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരായി പോകും. അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ സിനിമ തീർന്നു കഴിയുമ്പോൾ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി പോവാന്നുള്ളതാണ്. കാരണം അത് കണ്ട് നിങ്ങൾ നിരാശരാകുന്നതിലും നല്ലതാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് കണ്ടാലും നിങ്ങൾക്ക് വലുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്തായാലും അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്ത് ഇറങ്ങും എപ്പോൾ സംഭവിക്കും എന്നുള്ളതൊക്കെയാണ്. നമ്മൾ കൂടുതൽ കൂട്ടിക്കഴിച്ച് നോക്കിയാലേ ഉള്ളൂ. എന്തായാലും അതൊക്കെ കൂട്ടിക്കുറിച്ച് നമ്മൾ ഒരുപാട് കോടിക്ക് മേളിൽ പോകാൻ പറ്റുന്ന, ഉറപ്പായിട്ടും നല്ല കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ക്രിസ്മസ് വിന്നർ എന്ന് തന്നെ പറയാം. അതെ, അത് കാരണം പണത്തിന് അതിനുള്ള 100 കോടി അടിക്കും 150 കോടി അടിക്കുമെന്ന് നമുക്കറിയത്തില്ല. തിയേറ്ററിൽ പോയി കാണണം. പടം ഒരു നല്ല ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മുടക്കം മുതൽ എന്നാന്ന് പറഞ്ഞാലും കിട്ടിയില്ലെങ്കിൽ അതൊരു ഇത്. കാരണം നല്ല രീതിയിൽ മേക്കിങ്ങിന് വേണ്ടി നല്ലപോലെ പ്രൊഡക്ഷൻ നല്ലപോലെ പൈസ ഇറക്കിയിട്ടുണ്ട്. കാരണം പക്കാ ക്വാളിറ്റി എല്ലാ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും എഡിറ്റിങ്ങും സംഭവങ്ങളെല്ലാം ഓരോന്നിനും ക്വാളിറ്റി സഹിതം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ ആണെങ്കിലും ശരി, ഡയറക്ടർ ആണെങ്കിലും ശരി, എഡിറ്റർ ആണെങ്കിലും ശരി, മ്യൂസിക് ഡയറക്ടർ സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പടത്തിൽ ചെല്ലും. അമ്മാതിരിയാണ് ഇവിടെ കേരളത്തിലെ സ്ഥലങ്ങളെല്ലാം വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങ് നമ്മൾ അവിടെ ചെല്ലും. നമ്മൾ ബോളിവുഡ് പടത്തിൽ കയറി ചെന്ന് അവിടെ ചെന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മൈൻഡ് അവിടെ വരെ ചെല്ലും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ആ ഒരു ഇതൊക്കെ മെത്തേഡൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പിന്നെ അറിയാമല്ലോ, ക്രിസ്മസ് ആണ്. മാർക്കോ മാത്രമല്ല, വേറെ 4-5 സിനിമകൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഫാമിലിയുമായിട്ട് പോയി കാണാൻ പറ്റത്തില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. വേറെ 3-4 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഫാമിലി ഓഡീസിന് വേണമെങ്കിൽ അതിന് കയറി കാണാം. കോമഡി സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തമിഴ് സിനിമ വിടുതലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ വയലൻസ് കാണാൻ വേണ്ടി ആഗ്രഹമുള്ളവർ ഇതിന് കയറുക. അല്ലാത്തവർ ബാക്കി ഇഷ്ടംപോലെ 3-4 സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതിന് കയറി കാണുക. ക്രിസ്മസ് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അറിയാലോ, ഞങ്ങൾ ഫ്രൈഡേ മീഡിയ റിവ്യൂസിൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ്, സിനിമ റിവ്യൂ ആണ്. അത് മാർക്കോ കണ്ടപ്പോൾ അത് നല്ലൊരു സിനിമയായി ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ആ സിനിമ ഞങ്ങൾ റിവ്യൂ ചെയ്തത് തന്നെ വലിയൊരു കാര്യം അല്ലേ, സന്തോഷമുണ്ട്. നല്ലൊരു സിനിമയാണല്ലോ, ആദ്യം ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതിലൊരു സന്തോഷമുണ്ട്. ബാക്കി സിനിമകൾ ഞങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഇത് പുതുതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഞങ്ങൾ തുടങ്ങാൻ തന്നെ കാരണം ഒരുപാട് പേരും സിനിമകളെ മിസ്യൂസ് ചെയ്താണ് സംസാരിക്കുന്നത്. അതായത് സിനിമ എന്താണെന്ന് അറിഞ്ഞല്ല അവർ പറയുന്നത്. സിനിമയിൽ അങ്ങ് ഒരു രീതിയിൽ അങ്ങ് കച്ചകെട്ടി അവർ കണ്ട് അവർക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, വന്നു വളരെ നെഗറ്റീവ് പറയും. സിനിമ എന്താണ് എങ്ങനെയാണെന്ന് കറക്റ്റ് ഇത് പറയുന്നില്ല. ചിലപ്പോൾ 100 പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ 20% പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ബാക്കി സീൻ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ മോശമായെന്ന് പറഞ്ഞ സിനിമ മൊത്തത്തിൽ അത്
അല്ലേ ഇതില്ല. കാരണം മുമ്പ് ഇറങ്ങിയ പുഷ്പയാണെങ്കിലും അല്ലെങ്കിൽ പല സിനിമകൾ ഞങ്ങൾ കണ്ടപ്പം ഞങ്ങൾ നേരിട്ട് റിവ്യൂ കണ്ട് ഞങ്ങൾ തിയേറ്ററിൽ ചെന്നപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ്സിൻ്റെ അത്ര ഒന്നും ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ വന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചേർത്ത് അതൊരു അന്യഭാഷ സിനിമയാണ്, ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ സംസാരിക്കുന്ന രീതി അല്ലായിരിക്കും അവിടെ സംസാരിക്കുന്നത്. ഇവിടുത്തെ രീതികളല്ല അവിടുത്തെ രീതി. അപ്പം അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും സിനിമ കാണാൻ പോകുമ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എന്താണ് സിനിമ, എന്തിനെക്കുറിച്ചാണ്, ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ ഒരു കണ്ണോട് കൂടി മാത്രം നിങ്ങൾ കാണുക. അല്ലാതെ നിങ്ങളവിടെ ഫാമിലി അല്ലെങ്കിൽ കോമഡി ഉണ്ട് അല്ല അങ്ങനൊന്നും ചിന്തിക്കാതെ ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ ആക്ഷൻ സിനിമയ്ക്ക് എന്തൊക്കെ ഉണ്ടാവും, വീഡിയോ അത് മാത്രം ഉണ്ടാവും. പക്ഷെ പല കാര്യങ്ങളും തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് അയ്യോ അത് ഇങ്ങനെയായിരുന്നു അത് അങ്ങനെയായിരുന്നു. കാരണം അതിന് ഒരുപാട് ഇതുണ്ട്. കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സംഭവം. മാർഗത്തിനാണെങ്കിലും പല ചിലപ്പോൾ ഇഷ്ടമായില്ലെന്ന് വരാം. കാരണം വയലൻസ് കൂടുതലാണ്. കാരണം സിനിമ മോശമാണെന്നല്ല, അത് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ യുവതലമുറയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ചിലപ്പം ഈ വലിയ അല്ലെ നല്ല ഏജായിട്ട് ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത്ര ദഹിച്ചെന്ന് വരികയല്ല. ഇപ്പം മലയാള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, മലയാള സിനിമയെ ചിന്തിച്ചു കഴിഞ്ഞാലായിരിക്കും ഇങ്ങനത്തെ സീനുകളൊക്കെ നമ്മൾ ബ്രൂട്ടലാ അങ്ങനെ ഇങ്ങനെയായിട്ട് നമുക്ക് വലിയധികം തോന്നുന്നു. പക്ഷേ നമുക്ക് കേരളത്തിന് വെളിയിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ കണക്റ്റ് ആവുന്നവരും ഉണ്ട്, നമുക്കും കണക്റ്റ് ആവുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ 100% നമ്മൾ കണക്റ്റ് ആകാത്തവരാണ് കൂടുതലും ഉള്ളത്. അവർക്കൊക്കെ പറ്റിയ ഒരു നമ്മൾ ജേണലിലല്ല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അത് ശ്രദ്ധിച്ച് വേണം സിനിമ കാണുക. എന്തായാലും ഈ ക്രിസ്മസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് മാർക്കോ. നന്നായിട്ടൊരു വയലൻസ് സിനിമ, ഒരു ആക്ഷൻ സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ പോയി കാണുക. വളരെ പെട്ടെന്ന്, അതായത് ഒരുപാട് ലാഗൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തന്നെ കഥയിലേക്ക് കയറി പെട്ടെന്ന് കണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇനിയും ഇത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ സമയം നീട്ടി കിട്ടിയെന്നൊക്കെ തോന്നും ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾ പോയി കാണുക. കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ റിവ്യൂ കാണുന്നവരുണ്ടെങ്കിൽ, ഇത് കണ്ടിട്ട് പോയി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളിലേക്ക് വന്നിട്ട് മെസ്സേജായിട്ട് അയയ്ക്കുക. പിന്നെ അറിയാലോ, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകണം. ഞങ്ങൾക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറയുക. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടെ വേണം. അതെ, അപ്പം നിങ്ങൾ ഞങ്ങളോട് ഉണ്ടാവണം. അപ്പം ഞങ്ങൾ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ പറയുന്നതും സിനിമയും തമ്മിൽ ഞങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞങ്ങളെ അറിയിക്കാം. അപ്പം അടുത്ത നല്ലൊരു സിനിമ ആയിട്ട് ഞങ്ങൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.